ഇന്ന് എലിശ്ശേരി ആയിട്ട് ഉണ്ടാക്കാൻ പോണ ഓണത്തിനുള്ള എലിശ്ശേരിയാണ്. അപ്പോൾ അതിൽ കായും ചേനയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചേന കുറച്ച് വലുതാക്കി നുറുക്കിയിട്ടുണ്ട്, കായ വളരെ ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചേന വേവാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് വെള്ളം വാർന്നിട്ട് ഉപ്പിട്ട് തിളപ്പിക്കുക. കുറച്ച് ഉപ്പിടുക, ഈ ചേന വേവാനുള്ള ഉപ്പിടുക കേട്ടോ. ഒരു 1/2 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇങ്ങനെ ഉപ്പുള്ള വെള്ളത്തിൽ ചേന ഇട്ടാൽ പെട്ടെന്ന് വേവും. ബാക്കിയുള്ള ഇതൊന്നും ഉപ്പിട്ട വേവില്ല അല്ലേ? അല്ല, ചേന ഉപ്പിട്ട വേവില്ല എന്നാ പറയാ. പക്ഷെ ജയന്റെ അമ്മ പറഞ്ഞു കേട്ടോ, ഇങ്ങനെ ഇട്ടാൽ പാലക്കാട് സ്റ്റൈലാ അല്ലേ ഇത്? അതെ, ഞാൻ പറഞ്ഞ പല കഷ്ണങ്ങളും ഉപ്പിട്ട വേവില്ല നിങ്ങൾ പറയണ. ചേന ഇങ്ങനെ വേവിച്ചാൽ പെട്ടെന്ന് വേവുന്ന പറയണ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ ഇത് പാലക്കാടൻ എലിശ്ശേരി. പാലക്കാടൻ എലിശ്ശേരിയാണ് ഇത് അല്ലേ? ശരിക്കും അല്ലേ ഇത് പാലക്കാട് എന്ന് വെക്കാറ്? പാലക്കാട് എലിശ്ശേരി എന്ന് പറഞ്ഞാൽ പട്ടാമ്പിക്കാർക്കും ഓക്കെയാ. എലിശ്ശേരിക്ക് നമുക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി ഇടുക, ഇതിൽ കുരുമുളക് ഇടും. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഇത് തിളച്ചു കേട്ടോ. ഇടില്ല? ഓക്കെ. അപ്പൊ ഇതില് കഷ്ണങ്ങൾ ഇടുകയാണ്. കായും ചേനയും മാത്രമേ ഉള്ളൂ? കായും ചേനയും മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ട സാധനമാണ് ഒരു 5 വറ്റൽമുളകും കുറച്ച് കുരുമുളകും. ഇത് രണ്ടും കൂടി ഒന്ന് വറുത്ത് പൊടിക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് വറുത്ത് പൊടിക്കട്ടെ. കുറച്ച് എണ്ണ വരുന്നുണ്ട്. ഇപ്പോൾ മുളകും കുരുമുളകും നന്നായി വറുത്തിട്ടുണ്ട് കേട്ടോ. അതിനി മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിക്കണം. ഇപ്പോൾ ഇതാ മുളകും കുരുമുളകും പൊടിച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് ഈ ചേനയും കായും വേവിക്കുന്നതിലേക്ക് ഇടാം കേട്ടോ. നന്നായി ഇളക്കട്ടെ. ഇനി അത് കഷ്ണം വേവുമ്പോഴേക്കും നമുക്ക് നാളികേരം അരക്കട്ടെ. കുറച്ച് നാളികേരം അരക്കണല്ലോ, ബാക്കി നമ്മൾ വറുത്തിടുകയാണ് ചെയ്യുക. അപ്പോൾ കുറച്ച് നാളികേരം ജീരകം കൂട്ടി അരക്കണം. കുറച്ച് ജീരകം കൂട്ടി കൂടി വെള്ളം വറ്റണം കേട്ടോ. അത് ഡ്രൈ ആയിട്ടുണ്ടാവുക. ചേന വേവണം. ഈ വെള്ളം വറ്റുമ്പോഴേക്കും വേവും. ഇതിപ്പോൾ വെള്ളമൊക്കെ വറ്റി ചേന വേവും ചെയ്തിട്ടോ. അപ്പോൾ ചേനയൊക്കെ ഇനി ഒരു സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ച് നമുക്ക് ഈ കായ ഒന്ന് നന്നായി ഉടയ്ക്കണം. കായ ഉടയ്ക്കണം. ചേന ഇങ്ങനെ കടിക്കണം. ഇത് രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ച് നമുക്ക് അരപ്പ് പാരാം. അരച്ചാലും തീരെ വെള്ളം പാടില്ല കേട്ടോ, വല്ലാതെ അരയും വേണ്ട. ഡ്രൈ ആയിരിക്കും. ഡ്രൈ ആണ്. കൂട്ടുകാരുടെ സ്റ്റൈലാണുള്ളത്. അതെ, അത് അധികം ഇതില് എന്താ പറയാ, നമ്മുടെ കുരുമുളകിന്റെ ടേസ്റ്റാ വരിക. കളറും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. വല്ലാതെ ഇതിൽ വെക്കരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കുക. ഇനി ഇതിൽ നന്നായിട്ട് കടുക് മുളക് പിന്നെ എന്താ പറയുക നന്നായി നാളികേരമാണ് ചുമപ്പ് വറുത്തിടേണ്ടത്. അതിന് ഇതാ ഓൾറെഡി ആയിട്ടോ. ഉപ്പ് നോക്കട്ടെ, ഉപ്പൊക്കെ പാകമാണ്. ഇനി ഇതിൽ വറുത്തിടാൻ വേണ്ടി ഞാൻ കുറച്ച് എണ്ണ വരുന്നുണ്ട്. രണ്ട് മൂന്ന് മുളക്, കടുക് നന്നായി പൊട്ടി. ഇനി ഇതിലേക്ക് നമ്മൾ നാളികേരം ഇട്ട് വെക്കുന്നത്. ഞാൻ ഓൾറെഡി വറുത്ത് കൊണ്ടുവന്ന നാളികേരാണ്. ഇതൊന്നും കൂടി വറുക്കണം. 2 കറിവേപ്പിൻ്റെ ഇലയും കൂടി കേട്ടോ. നാളികേരം ഓൾറെഡി നന്നായി ബ്രൗൺ കളറായി. ഇനി ഇത് ഇതിലേക്ക് വറുത്തിടാം. നന്നായി ഇളക്കാം. ഇപ്പോൾ എലിശ്ശേരി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ പയറോ അല്ലെങ്കിൽ എന്താ പറയുക കടലാറ്റിട്ടൊക്കെ ഉണ്ടാക്കില്ലേ, അങ്ങനെയൊന്നുമല്ല. ഇത് വെറും ചേനയും കായും മാത്രമേ ഉള്ളൂ. കായ നന്നായി ഉടയ്ക്കണം, ചേന ഉടയ്ക്കാനും പാടില്ല.
പിന്നെ കുരുമുളകാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ്. പിന്നെ നാളികേരം നന്നായി വറുത്തിട്ടത്. നമ്മളവിടെ സാധാ എലിശ്ശേരി അല്ലേ ഉണ്ടാക്കുക. അപ്പോൾ അത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എലിശ്ശേരി. അപ്പോൾ ഇതെല്ലാം ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു എലിശ്ശേരിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഓണത്തിന് ഉണ്ടാക്കുന്ന അടുത്ത വിഭവമാണ് പച്ചടി. അത് പൈനാപ്പിൾ പച്ചടി കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു പൈനാപ്പിൾ നുറുക്കിയതാണിത്. ഇത് ഈ കുക്കറിലേക്ക് ഇടുന്നുണ്ട്. കുറച്ച് വെള്ളം, ഒരു 1/4 സ്പൂണ് മുളക് പൊടി, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു വിസിൽ വരുത്തുന്നുണ്ട് കേട്ടോ ഞാൻ. ഇനി പച്ചടിയിലേക്ക് നമുക്ക് നാളികേരം, പച്ചമുളക്, ജീരകം, കുറച്ച് കടുക്, തൈരും കൂടിയിട്ട് ഒന്ന് നന്നായി അരയ്ക്കണം കേട്ടോ. പച്ചമുളക് 2 എടുക്കുന്നുള്ളൂ. അധികം ഓണത്തിന് നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ടില്ല. ഇല്ല, തക്കാളി പച്ചടി ഉണ്ടാക്കി കഴിഞ്ഞ ഓണത്തിന്. പൈനാപ്പിൾ പച്ചടി ഒരു കോമൺ ആണ്, അതുകൊണ്ട്. അതെ, അതുകൊണ്ട് ഇതിപ്പോ പല ടൈപ്പാണ്, പല ആൾക്കാരും ഉണ്ടാക്കുക കേട്ടോ പച്ചടി. ഇത് എൻ്റെ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കണമെന്ന് മാത്രം. ചിലവർ ഇതിൽ പൈനാപ്പിളിൻ്റെ ഒപ്പം എന്താ പറയുക മുന്തിരിങ്ങ ഇടും. മുന്തിരിങ്ങ ഇടാറുണ്ട്. പിന്നെ പഴം ഇടും ചിലവര്. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മളിത് വെറും പൈനാപ്പിൾ മാത്രം. കുറച്ച് തൈര് പാരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ പൈനാപ്പിൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് പാർന്നു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. നമുക്കിത് പുളി ഇതൊക്കെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ തിളച്ചു കിട്ടാ. ഒന്ന് തിള വരുമ്പോഴേക്കും നമ്മൾ ഓഫ് ചെയ്തു. ഇനി ഇതിൽ കടുകും ഒന്ന് വറുത്തിടണം. അപ്പം ഇനി കടുക് വറുത്തെടുത്ത് കേട്ടോ. കടുക് നന്നായി പൊട്ടി ഓഫ് ചെയ്ത് നമുക്കിതിലേക്ക് പൈനാപ്പിൾ പച്ചടി റെഡി ആയി കേട്ടോ. ഓണത്തിൻ്റെ പൈനാപ്പിൾ പച്ചടി സ്പെഷ്യൽ എരിശ്ശേരി അല്ലേ? പാലക്കാടൻ സ്റ്റൈൽ എലിശ്ശേരി. അപ്പോൾ എലിശ്ശേരിയും പൈനാപ്പിൾ പച്ചടിയും ഓണത്തിൻ്റെ വിഭവം റെഡി ആയിട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഓണം സ്പെഷ്യൽ ഫ്രം ബാംഗ്ലൂർ. അതെ, ബാംഗ്ലൂരിൽ നിന്നാണ് ഷൂട്ട് ചെയ്ത. ഒരു കാരണം എന്താ വെച്ചാൽ ഇത് ഞങ്ങളവിടെ ഒറ്റയ്ക്ക് ഇത് കഴിക്കാൻ ആളില്ല. പിന്നെ ഇവിടെ ആകുമ്പോൾ കുട്ടികൾക്കും കൂടി ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടുന്ന് ഷൂട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ കേട്ടോ. ഓക്കെ, ബൈ.